മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ പിരിച്ചുവിട്ടു. 14 അംഗങ്ങളടങ്ങുന്ന യൂണിയനാണ് പിരിച്ചുവിട്ടത്. ശബരിമലയിൽ നെയ്യ് വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം ആരംഭിച്ച പശ്ചാത്തലത്തിലാണ് നടപടി. മേഖലയ്ക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തി. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുന്നുണ്ട്. ഹാൻസ്, പറയാം വിവരങ്ങൾ. അരുണ്യ, ഈ മിൽമയുടെ തിരുവനന്തപുരം മേഖലാ യൂണിയനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യൂണിയൻ പിരിച്ചുവിട്ടുകൊണ്ട് ഒരു ഉത്തരവ് ക്ഷീര വികസന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ 2022 മഹാരാഷ്ട്രയിൽ നിന്ന് പാല് ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ടും അതിനോടൊപ്പം തന്നെ ശബരിമലയിൽ നെയ്യ് വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം ആരംഭിച്ച പശ്ചാത്തലത്തിലാണ് ക്ഷീര വികസന വകുപ്പിന്റെ നടപടി. 14 അംഗങ്ങളാണ് തിരുവനന്തപുരം മേഖലാ യൂണിയനിൽ ഉണ്ടായിരുന്നത്. നേരത്തെ കോൺഗ്രസിന്റെ അംഗങ്ങൾ, ഈ ഭരണം മാറിയതിന് പിന്നാലെ കോൺഗ്രസിന്റെ അംഗങ്ങൾ സ്വമേധയാ രാജിവെച്ചിരുന്നെങ്കിൽ പോലും ഇടതുപക്ഷത്തിന്റെ അംഗങ്ങളായിരുന്നു ഈ തിരുവനന്തപുരം മേഖലാ യൂണിയനിൽ ഉണ്ടായിരുന്നത്. ഇവരെ കൂടി ഒഴിവാക്കുന്ന അല്ലെങ്കിൽ അവരെ ഒഴിവാക്കാനുള്ള ഒരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. പക്ഷേ സർക്കാർ പറയുന്നത് ഈ യൂണിയനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങളുണ്ട്. യൂണിയൻ പിരിച്ചുവിട്ടാൽ മാത്രമായിരിക്കും വിജിലൻസ് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയുക. അതുകൊണ്ട് ഇത്തരം ഒരു നടപടി ആവശ്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ക്ഷീര വികസന വകുപ്പ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പകരം ഈ തിരുവനന്തപുരം മേഖലയുടെ ചുമതല അഡ്മിനിസ്ട്രേറ്ററിന് നൽകിയിരിക്കുകയാണ്. ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷിംല ഉണ്ണികൃഷ്ണനായിരിക്കും ഇനി തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ ഉത്തരവാദിത്തം നൽകിയിരിക്കുന്നത്. അരുണ്യ.